ഹായ് ഓൾ, 4ാം ക്ലാസ്സിന് മുകളിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ എക്സാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊരു മാത്സ് എന്തൂസിയാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ അതിയായി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. AICTSD അഥവാ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് നടത്തുന്ന നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ് ആര്യഭട്ട നാഷണൽ മാത്സ് കോമ്പറ്റീഷൻ. ലൈക്ക് അവർ ക്യാഷ് പ്രൈസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസിന് 1 lakh rupees, സെക്കൻഡ് പ്രൈസിന് 50,000, തേർഡ് പ്രൈസിന് 25,000 ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്, ലൈക്ക് ആർക്കൊക്കെ അപ്ലൈ എന്നുള്ള തുടങ്ങിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. AICTSDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. സോ ലൈക്ക് നിങ്ങൾ വിസിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലോട്ട് വെബ്സൈറ്റിലോട്ട് റീഡയറക്ട് ചെയ്യും. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. സോ ലൈക്ക് നിങ്ങൾ താഴോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഉള്ളത്, നിങ്ങൾ GCC സ്റ്റുഡൻസ് ആണ്, NRI കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ AICTSD ബോർഡിനെ ആദ്യം കോൺടാക്ട് ചെയ്യണം. എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് താഴോട്ട് പോകുന്ന സമയത്ത് ലൈക്ക് കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവരുടെ തന്നെ ടെസ്റ്റിമോണിയൽസും ഉണ്ട്. യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ടെസ്റ്റിമോണിയൽസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഇനി രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് പറഞ്ഞിട്ടുള്ളത് ലൈക്ക് 96% സീറ്റ്സ് ഒക്കെ ഫിൽഡ് ആയിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്ന 290 rupees ആണ്. നിങ്ങൾക്ക് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ 30 rupees ഡിസ്കൗണ്ട് കിട്ടും. ലൈക്ക് നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. സോ ഇൻഎഫക്റ്റീവ് ആയിട്ട് 260 rupees ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. സോ ലൈക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് 4th to 12th ഉള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രൈസും ലൈക്ക് പ്രൈസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസിന് 1 lakh rupees, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 lakh rupees ആണ്. സെക്കൻഡ് പ്രൈസിന് 50,000, തേർഡ് പ്രൈസിന് 25,000 ആണ് വരുന്നത്. സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. അതിന് പുറമെ ലൈക്ക് R&D, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ആൻഡ് കോഡിംഗ് പോലെ ട്രെയിനിങ് പ്രോഗ്രാംസിലും നിങ്ങൾക്ക് ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതിന് പുറമെ 4th പ്രൈസും ഉണ്ട്, 5th പ്രൈസും ഉണ്ട്. 4th പ്രൈസ് എന്ന് പറയുന്നത് തേർഡിന് ശേഷമുള്ള 50 സ്റ്റുഡൻസിന് 2,000 rupees per ഈച്ചും, അതിന് ശേഷമുള്ള 100 സ്റ്റുഡൻസിന് 500 rupees per ഈച്ചും ആണ് 5th പ്രൈസ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്. താഴോട്ട് പോകുന്ന സമയത്ത് ലൈക്ക് നമുക്ക് എക്സാം ഷെഡ്യൂൾ കാണാൻ പറ്റും. എക്സാമിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് 30th April ആണ്. ലൈക്ക് ഓൾമോസ്റ്റ് ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ആൻഡ് ഓൺലൈൻ എക്സാം ഡേറ്റ് വരുന്നത് 21st May ആണ്. ലൈക്ക് ഒരു മന്ത് ഗ്യാപ്പ് ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു മന്ത്, 21 days ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഓൺലൈൻ എക്സാം റിസൾട്ട് വരുന്നത് 10th June പിന്നീട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ 20th June ഫൈനൽ റിസൾട്ട് വരുന്നത് 30th June എക്സാം ഫോർമാറ്റ് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓൺലൈൻ ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം എഴുതാൻ പറ്റും. സോ ലൈക്ക് ഓൺലൈൻ എല്ലാ എക്സാംസും ഇന്റർവ്യൂസും ഒക്കെ എന്താണ് ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. എക്സാം ഫോർമാറ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ലൈക്ക് നോർമലി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാറുണ്ടായിരുന്നു. സോ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. എക്സാം ഡ്യൂറേഷൻ 45 minutes ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്. ആൻഡ് ടോട്ടൽ മാർക്ക് എത്രയാണ്? 60 ആണ്. ഇത്രയാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. സോ ലൈക്ക് താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോ ക്ലാസിന്റെ സിലബസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ ക്ലാസിന്റെയും അപ്ലിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എത്ര % സീറ്റ്സ് ഫിൽഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ ലൈക്ക് ഞാൻ മേ ബി ലൈക്ക് താഴോട്ട് പിന്നെ ലൈക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരു സ്കൂളിനൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൾക്ക് രജിസ്ട്രേഷൻ ഓപ്ഷൻസും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ 10th സിലബസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സിലബസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് ലൈക്ക് അവരുടെ സിലബസ് തന്നെയാണ്. 10th നോർമൽ CBSEയുടെ താഴെ വരുന്ന സിലബസുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ലൈക്ക് 10th ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. സോ ലൈക്ക് ഇതായിരിക്കും അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. സോ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ പേര് എൻ്റർ ചെയ്യാം, നെയിം എൻ്റർ ചെയ്യാം, ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ത്രൂ ഇത് ഫോണോ അല്ലെങ്കിൽ ഇമെയിൽ ആയിരിക്കും. സോ ആക്റ്റീവായിട്ടുള്ള നമ്പറും ആക്റ്റീവായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ഇമെയിൽ ID മാത്രം കൊടുക്കുക. പിന്നെ സെലക്ട് സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സിറ്റി എൻ്റർ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അതിൻ്റെ പേരും കൂടെ നിങ്ങളത് എൻ്റർ ചെയ്യുക. പിന്നെ ചോദിച്ചിട്ടുള്ള ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജി ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കോഡിംഗ് ആൻഡ് റോബോട്ടിക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം.
ഇതിവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ കൊടുക്കാം, എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളത് ഫീസ് പേ ചെയ്യുക, പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ ലൈക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. എക്സാം അപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സ്കൂളിലെ ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് മാത്രമേ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ലൈക്ക് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ രാജ്യത്തെ മൊത്തമുള്ള സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാമാണ്. സോ ലൈക്ക് അവരായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കാനും ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. ബെസ്റ്റ് വിഷസ്.